കണ്ണൂർഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഗ്രീൻസ് ഒരു നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ലഭിക്കുന്ന ഒരു സുന്ദരമായിട്ടുള്ളൊരു കൂടാരമാണ് ഗ്രീൻ സൈപ്പർ മാർക്കറ്റ്. എന്തുകൊണ്ടാണ് ഓരോ വ്യക്തികൾ കസ്റ്റമേഴ്സ് എല്ലാവരും ഗ്രീൻ സൈപ്പർ മാർക്കറ്റിലേക്ക് വരുന്നത്, സാധനം പർച്ചേസ് ചെയ്യാൻ വരുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇവർ നൽകുന്ന ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാവരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടുത്തെ സർവീസിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏത് സംരംഭം വിജയിക്കണമെങ്കിലും അതിൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവിടുത്തെ ജോലിക്കാരാണ്. ഇവർ നൽകുന്ന സർവീസിങ് വളരെ കൃത്യമായിട്ടുള്ള സർവീസിങ്. ചില ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട്. ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ചിലപ്പോൾ വളരെ ചെറിയൊരു സാധനം മാത്രമായിരിക്കും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ടാവും. പക്ഷേ അവിടുന്ന് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സാധനം കയ്യിലേക്ക് എത്തിയിട്ട് സാധനത്തിൻ്റെ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം ചിലവഴിക്കാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ആർക്കും സമയം ഇല്ലാതെ വളരെ ചെറിയ സമയം കൊണ്ട് എന്തൊക്കെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ന്യൂജൻ കാലഘട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു പരിപാടി. വളരെ ചെറിയൊരു സമയം കൊണ്ട് 5 മിനിറ്റ് സമയം കൊണ്ട് മാക്സിമം എന്തൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല ഞങ്ങൾ ഇട്ടിരിക്കുന്ന റേറ്റുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെട്ട് വരികയാണെങ്കിൽ അവർക്ക് നൽകുന്ന സമ്മാനം അത് തന്നെയാണ് ഈ ഒരു പരിപാടിയുടെ വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പോൾ ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻ സൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത്. കണ്ണൂർഷൻ ചാനലിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യത്തെ മത്സരാർത്ഥികൾ കൂട്ടുകാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, അസ്സലാമു അലൈക്കും. പേരെന്താണ്? ഷംഷാദ്. എവിടെ സ്ഥലം എവിടെയാണ്? ചെറുകുന്ന് അമ്പലത്തിൻ്റെ ഒക്കെ ഭാഗത്താണോ? എന്ത് ചെയ്യുന്നു ഷംസാദ്? ഞാൻ പഠിക്കുന്നുണ്ട്. എവിടെ പഠിക്കുന്നത്? മേൽത്തന്നെ കാറ്റ്. ഓക്കെ, എങ്ങനെയുണ്ട് പഠനമൊക്കെ? അടിപൊളിയായിട്ട് പോകണം. അടിപൊളിയായിട്ട്. സാധാരണ ഇവിടുന്ന് തന്നെയാണോ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ ഗ്രീൻസ് തന്നെയാണോ? അത്യാവശ്യം. ശരി, ഇവിടുത്തെ ഒരു പോസിറ്റീവ് എനർജി എന്താണ്? പോസിറ്റീവ് ഇവിടുത്തെ നല്ലോണം കെയർ ചെയ്യും. ഇവിടുത്തെ സ്റ്റാഫ്സ് സർവീസിന് സൂപ്പറാണ്. അധികം സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാം കൃത്യമായിട്ട് കിട്ടില്ലേ? അല്ലേ? ശരി. ഓക്കെ, പേരെന്താണ്? ഇസ്മായിൽ. എവിടെയാണ് സ്ഥലം? ചെറുകുന്ന് തന്നെയാണ്. അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഒരു പ്ലാനിങ് തന്നെയായിട്ടാണോ ഇവിടെ പഠനവുമായി ബന്ധപ്പെട്ട് വന്നത്? അതന്നെ വന്നത്. ശരി, ഓക്കെ. ഇപ്പം എന്ത് സാധനം പർച്ചേസ് ചെയ്യാൻ വന്നേക്കണേ ഇവിടെ വീട്ടിലേക്കുള്ള? ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇതൊരു പർച്ചേസിങ് പ്രോഗ്രാമാണ്. 5 മിനിറ്റാണ് സമയം. 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. എല്ലാവർക്കും ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഈ പർച്ചേസ് ചെയ്തതിൻ്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും, അങ്ങനെയൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ പർച്ചേസ് ചെയ്തതിൻ്റെ പൈസ അവിടെ കൊടുക്കണം. ശരി, അപ്പോൾ ഞാൻ ട്രോളി തരാം. ഈ ട്രോളി തന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. അതിനുശേഷം ഈ കൗണ്ടറിലേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇവർക്കുള്ള ട്രോളി കൊടുക്കുകയാണ്. ഇവിടെ എന്താ അക്കൗണ്ടിങ് കോഴ്സ്, കാറ്റ് എന്ന് പറഞ്ഞ അക്കൗണ്ടിങ് കോഴ്സാണ്. ഓക്കെ, ഒരുപാട് തൊഴിൽ സാധ്യതകളൊക്കെ ഉള്ള അത്യാവശ്യമുണ്ട്. അപ്പോൾ ഇത് എത്രയാണ് ഇതിന്റെ കാലാവധി പഠനത്തിന്റെ? 6 മന്ത്. ഇപ്പോൾ തുടങ്ങിയിട്ട് എക്സാം കൂടെ ഉള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ശരി. ഓക്കെ, അപ്പം കണക്കൂട്ടലായിട്ട് ജീവിച്ച് പോകുന്ന ആൾക്കാരാണ്. ശരി, ഓക്കെ. അപ്പോൾ ഇവർക്കുള്ള 2 ട്രോളി റെഡിയായി കൊടുക്കുകയാണ്. ഇതാ ഒരാൾക്കുള്ള ട്രോളി, മറ്റേ ആൾക്കുള്ള ട്രോളി. ഓക്കെ, ഇനി സമയം എന്ന് പറയുന്നത് 5 മിനിറ്റാണ്. 5 മിനിറ്റ് ഒരുമിച്ചല്ല പോകേണ്ടത്. ഒരാൾ ഈ സൈഡിലേക്ക് പോകും, ഒരാൾ വേറെ സൈഡിലേക്ക് പോകും. ഓക്കെ, റെഡി? അപ്പോൾ ഇവർക്കുള്ള 5 മിനിറ്റ് സമയം ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ തുടങ്ങുകയാണ്. 5, 4, 3, 2, 1, 0. മെല്ലെ പോയാൽ മതി. 5 മിനിറ്റ് സമയമുണ്ട്. ഓക്കെ, റെഡി? ഓൾ ദി ബെസ്റ്റ്. മെല്ലെ പോകും. ഒരാൾ നേരെ പോയിക്കോളൂ. ഒരാൾ ഇവിടുന്ന് അടുത്തോട്ടേക്ക് ഇരിക്കും. ഒരാൾ സ്ട്രേറ്റ് പോയിക്കോളൂ കേട്ടോ. ഓക്കെ.
5 മിനിറ്റ് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പേരൊന്നുകൂടി പറയാം. ഷംസാദ് പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളുടെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞോ? ഇന്ന് ക്ലാസ് ഉണ്ടായിട്ടില്ല, നേരെ ഇരുന്നുണ്ട്. വീക്ക്ലി 3 ദിവസം. അങ്ങനെയാണല്ലേ? മൺഡേ, വെനസ്ഡേ. ഓക്കെ. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാ പരിപാടി? ബാക്കി ഞാൻ ഇവിടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓ വെരി ഗുഡ്. എവിടെ? കിങ്സ് ഡെന്റൽ ക്ലിനിക് എന്ന് പറയും. എവിടെയാണത്? ഇവിടെ താവക്കര. അല്ലേ? താവക്കര. അത് രണ്ടും യാതൊരു ബന്ധമില്ലാത്ത ഫീൽഡാണ് പഠിക്കുന്നത്. റിസപ്ഷനിലാണ്. അവിടുത്തെ ഡോക്ടർ പേരെന്താ? ഡോക്ടർ 6 ഡോക്ടേഴ്സ് ഉണ്ട് അവിടെ. ഓ അതല്ലേ. എല്ലാ ടെക്നോളജി എല്ലാം അടിപൊളി സെറ്റപ്പാണ്. അടിപൊളിയാണല്ലേ? അങ്ങോട്ട് ഇറങ്ങി. താവക്കര അല്ലേ? ഓക്കെ ശരി ഓക്കെ. $3540 പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത കൂട്ടുകാരൻ്റെ സാധനങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് നമുക്ക് കൂട്ടി നോക്കാം. അപ്പോൾ താങ്കളുടെ കൂട്ടുകാരൻ $3540 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നടപ്പിന് പോകുന്നു തോന്നുന്നില്ല. നല്ല ഗംഭീര പർച്ചേസിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. 3540 പ്രിയപ്പെട്ട കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ ബ്രോ പർച്ചേസ് ചെയ്തിരിക്കും. ഇതിലാണ് റേറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഇത് എത്രയാണെന്നുള്ളത് അറിയത്തില്ല, നോക്കാം. ലാസ്റ്റ് ഫൈനൽ. 4400 എത്രയായിരുന്നു? 4496 കൂട്ടുകാരൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ ടോട്ടൽ റേറ്റ് കൂട്ടി നോക്കുകയാണ്. 4496 പ്ലസ് 3540 ടോട്ടൽ 8036 നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 8036. ഓക്കെ. ഇനി വേണ്ടത് ഈ റേറ്റ്, ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 8036 നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. വെറും 5 മിനിറ്റ് കൊണ്ടാണ് സംഭവിച്ചത് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ. 8036 റേറ്റ് എത്ര നമുക്ക് നോക്കാം. ഓക്കെ. 6500 to 7200 എന്നാണ് എഴുതിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 8036 കുറച്ച് കൂടി പോയല്ലേ? കുറച്ച് കൂടി പോയി. കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും സന്തോഷം, പരിചയപ്പെടൽ സന്തോഷം. ഇവർക്കുള്ള ഞങ്ങളുടെ പ്രോത്സാഹന സമ്മാനമുണ്ട്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഒരു സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന സമ്മാനം. ഇതാ 2 പേരും. ഓക്കെ, സന്തോഷം. താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരാർത്ഥികൾ 2 പ്രിയപ്പെട്ട കൂട്ടുകാരികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരെന്താണ്? ശരണ്യ. സ്ഥലം എവിടെയാണ്? കൂടാളിയാണ്. എന്ത് ചെയ്യുന്നു ശരണ്യ? ഞാനിവിടെ കാറ്റലിസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഇവിടെ? ഓക്കെ. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി? 3 വർഷമായി. ജോലിയൊക്കെ നന്നായിട്ട് പോകണം. അപ്പോൾ ഇന്ന് ഇന്ന് ക്ലാസ്സിൽ നടക്കുന്നില്ല? കഴിഞ്ഞതാണ്. പേരെന്താണ്? സുമിഷ. എവിടെ സ്ഥലം? ഏച്ചൂരാണ്. സെയിം ഫിനാൻസിലാണ്. ശരി. സാധാരണ പർച്ചേസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഗ്രീൻസിൽ കയറാറുണ്ടോ? അപ്പോൾ വേറെയും ഒരുപാട് ഹൈപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഗ്രീൻസിന്റെ ഒരു പോസിറ്റീവ് എനർജി എന്താണ്? ഇവിടുത്തെ ഒരു പർച്ചേസിങ്ങിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ സർവീസിന്റെ ഒരു പോസിറ്റീവ് എനർജി എന്താണ്? നല്ലതാ. എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ട്. ഈ ഓഫർ നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടോ? സാധാരണ ഓരോ ദിവസങ്ങളിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഒക്കെ വരാറുണ്ടല്ലോ. അങ്ങനെ നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടോ? ചില ടൈമിലുണ്ട്. ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇവർ ഇപ്പോൾ എന്ത് സാധനം പർച്ചേസ് ചെയ്യാനാണ് വന്നേക്കണേ ഗ്രീൻസിൽ? അങ്ങനെയല്ല, കുറച്ച് സ്വീറ്റ്സ് ഒക്കെ വാങ്ങിക്കണം. എന്തെങ്കിലും ഫംഗ്ഷൻ എന്തെങ്കിലും? ഇല്ല, കുറച്ച് വീട്ടിലേക്ക് വേണ്ടി കുറച്ച്. അപ്പോൾ ഇതും ഒരു പർച്ചേസിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ഗെയിമാണ്. 5 മിനിറ്റാണ് സമയം. 5 മിനിറ്റിനുണ്ട് നിങ്ങൾക്ക് ഈ ഗ്രീൻസിൻ്റെ സുന്ദരമായിട്ടുള്ള അകത്തളത്തുന്ന എന്ത് സാധനങ്ങൾ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അവിടെ കൗണ്ടറിൽ ഒരു റേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവരുന്ന സാധനം 2 പേരും വന്നതിന് ശേഷം സെയിം പ്രൊഡക്റ്റ് വരികയാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ 2 പേരും ഇതേപോലുള്ള സെയിം പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് മാത്രം ഗെയിമിൽ നിന്ന് ഔട്ടാവും. ബാക്കിയുള്ള പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ്, ടോട്ടൽ MRP റേറ്റ് കൂട്ടി നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിരിക്കുന്ന റേറ്റിനുള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബമ്പർ സമ്മാനമുണ്ട്. ഇനി അല്ല എങ്കിലും പ്രോത്സാഹന സമ്മാനമുണ്ട്. ഒന്ന് മത്സരിക്കാം. 5 മിനിറ്റത്തെ കാര്യമുള്ളൂ. ഓക്കെ. അപ്പോൾ 5 മിനിറ്റാണ് ഇവർക്ക് കൊടുക്കുന്നത്. ഗ്രീൻ സൈപ്പർ മാർക്കറ്റ് പ്ലസ് ഓർ മൈനസിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻസിൽ വെച്ചിട്ടാണ് ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവർക്കുള്ള സമയം ആരംഭിക്കുകയാണ്. 5 മിനിറ്റ് സമയം. 5 4 3 2 1 0.
അപ്പോൾ 5 മിനിറ്റ് സമയം കൊണ്ട് ആൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. കുട്ടിയുടെ പേരൊന്നുകൂടി പറയാമോ? സുമിഷ. അപ്പോൾ സുമിഷ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. 5 മിനിറ്റ് സമയം. ഈ 5 മിനിറ്റ് കൊണ്ട് സുമിഷ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ MRP റേറ്റ് ആണ് കൂട്ടി നോക്കാൻ പോകുന്നത്. സാധാരണ എപ്പോഴും ഇവിടെ തന്നെയാണോ പർച്ചേസിംഗ് ഒക്കെ നടത്താറ്? ഇതിലാണ്, ഈ ഗ്ലാസ് ബോക്സിലാണ് റേറ്റ് എഴുതി വെച്ചേക്കണം. ഇത് എത്രയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ടോട്ടൽ റേറ്റ് ഒക്കെ കൂട്ടി നോക്കിയതിന് ശേഷം നമുക്ക് ഇതെടുക്കാം. ഓക്കെ. സുമിഷ 5 മിനിറ്റ് കൊണ്ട് പർച്ചേസ് ചെയ്തിരിക്കുന്നത് 1333 രൂപയ്ക്കാണ് സുമിഷ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി കൂട്ടുകാരി പർച്ചേസ് ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ് കൊണ്ട് മൂവായിരത്തി 468. ഓക്കെ. ശരണ്യ പർച്ചേസ് ചെയ്തിരിക്കുന്നത് 3468. കൂട്ടുകാരി പർച്ചേസ് ചെയ്തിരിക്കുന്നത് എത്രയായിരുന്നു? 1333. നമുക്ക് ഈ രണ്ട് റേറ്റും കൂടി ടോട്ടൽ കൂട്ടി നോക്കാം. 1333 പ്ലസ് 3468, 4801 അല്ലേ? 4801 രൂപ അടുത്തോട്ട് 4801 രൂപയ്ക്കാണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് രണ്ടുപേരും ചേർന്നിട്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന റേറ്റ് എത്രയാണെന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നോക്കിക്കോളാം. 4801 രൂപയ്ക്കാണ് ഇവർ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു എൻവലപ്പിൻ്റെ ഉള്ളിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എത്ര നമുക്ക് നോക്കാം. 4801. പക്ഷേ ഇതിൽ എഴുതിയിട്ടിരിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 5500 ടു 6500 കുറച്ച് കൂടിപ്പോയി. അപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന പർച്ചേസ് ചെയ്തിരിക്കുന്ന റേറ്റ് കുറവായിപ്പോയി. ഓക്കെ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. നന്നായിട്ട് മത്സരിച്ചപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഞങ്ങളുടെ +/- ഒരു സ്നേഹം നിറഞ്ഞ പ്രോത്സാഹന സമ്മാനം 2 കൈ വാങ്ങിച്ചോളൂ. ഓക്കെ. താങ്ക് യു സോ മച്ച്. ഓക്കെ, കാണാം കേട്ടോ. താങ്ക് യു. നമ്മുടെ ഈ ഹൈപ്പർ മാർക്കറ്റുകളിലുള്ള പർച്ചേസിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ പോകുന്ന ഒരു പ്രതീതിയാണ്. ഉത്സവത്തിൻ്റെ പ്രതീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ നടക്കും. ഉത്സവങ്ങളൊക്കെ കണ്ടിട്ട് ചന്തയിലൂടെയൊക്കെ ഒരുപാട് ഇങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കും. അതിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകളുണ്ടാവും, കളിപ്പാട്ടങ്ങൾ പോലുള്ളത്. മുതിർന്നവർക്ക് ഇഷ്ടമുള്ളതുണ്ടാവും, വളാപ്പൊട്ട് പോലുള്ളത്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിനെ താരതമ്യം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റുകളും അതുപോലെ തന്നെ ഉത്സവ പറമ്പുകൾ എന്നൊക്കെ പറയുന്നത് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിൻ്റെ ഒരു സംഭവമാണ്. പണ്ടൊക്കെ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പല കടകളിലൊക്കെ കയറി ഇറങ്ങുന്നു. പക്ഷേ കാലം മാറി. ഇപ്പോൾ ഒരു വലിയൊരു സ്ഥാപനത്തിൽ വരുന്നു, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നു. അതൊക്കെയാണ് ഇപ്പോൾ കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂജൻ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇനിയും ചിലപ്പോഴെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നേക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. ശരി, എന്തായാലും ക്യാപിറ്റൽ മാളിലുള്ള ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. +/- ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഒരുപാട് സ്പെഷ്യൽ, ഓരോ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫറുകളൊക്കെ ആയിട്ടാണ് കസ്റ്റമേഴ്സിനെ തീർച്ചയായിട്ടും നമ്മുടെ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വരവേൽക്കുന്നത്. ഓരോ ദിവസവും ഓരോ പ്രൊഡക്റ്റിന് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ, അറിയണമെങ്കിൽ, ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഔട്ട്ലെറ്റുകളിൽ വരാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമയം അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.